ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്കൾപ്ചർ ആർട്ട് ആൻഡ് ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേയായി നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. ഇപ്പോൾ ഞാൻ പോകുന്നത് കണ്ണൻ്റെ സ്കൂളിലേക്കാണ്. കണ്ണൻ്റെ 4ാം ക്ലാസ്സിലേക്കായി കണ്ണൻ. അപ്പോൾ കണ്ണൻ്റെ ബുക്സ് എല്ലാം വന്നിട്ടുണ്ട്, വന്ന് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്കൂളിൻ്റെ ക്ലാസ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോയി വാങ്ങാൻ വിചാരിച്ചു. കണ്ണനെ കൂട്ടിയില്ല, ഒരു ഉച്ച ടൈമിലാണ് പോകുന്നത്. ഇപ്പോൾ പോകുന്നത് നമ്മൾ പാറക്കണ്ടം വഴിയാണ്. അപ്പോൾ അവിടെ മോൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ടെന്ന് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. സിയ എന്ന കുട്ടിയുടെ പേര് കേട്ടോ, ആ മോളുടെ പേര്. അപ്പോൾ മോളുടെ അമ്മയുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിനി ചേച്ചീനെ ഞാൻ വിളിക്കാം. മിനി ചേച്ചീനെ കൂട്ടിയിട്ട് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം വൈകിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ എത്തിയപ്പോൾ ചേച്ചി ചോദിച്ചു എൻ്റെ അടുത്ത്, മോൻ്റെ യൂണിഫോമിൻ്റെ തുണി കൈ പിടിച്ചിട്ടുണ്ടോയെന്ന്. അത് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് മറന്നു. ഇറങ്ങുന്ന ആ തിരക്കിൽ, കുറച്ച് നേരം വൈകിട്ട് ഇറങ്ങിയ ആ തിരക്കിൽ ഞാനത് എടുക്കാൻ മറന്നു. അപ്പോൾ തിരിച്ച് വീണ്ടും എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ശരിക്കും റോഡ് വഴി നമുക്ക് കൂണിത്ര വഴി പോവുകയാണെങ്കിൽ വേഗം എത്തിയിരുന്നു. വീണ്ടും തിരിച്ച് അത് എത്രയും ദൂരം നടന്ന് വീട്ടിലേക്ക് പോയി. ഞാനും ചേച്ചിയും പോയി മോൻ്റെ യൂണിഫോമിൻ്റെ തുണി എടുത്തോട്ട്. ചെറിയൊരു കളർ വ്യത്യാസമുണ്ട് നമ്മുടെ യൂണിഫോമിൽ, അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യണം പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്നത് മനക്കൽ വഴി കേട്ടോ. മനക്കൽ വഴി എന്ന് പറയുക. അപ്പോൾ പവിത്ര ഓഡിറ്റോറിയത്തിൻ്റെ വഴി എന്നൊക്കെ പറയും. ഞാൻ മുൻപത്തെ വീഡിയോയിൽ, എൻ്റെ പഴയ വീഡിയോയിലൊക്കെ ഞാൻ ഈ വഴി കാണിച്ചിട്ടുണ്ട്. മോനെ സ്കൂളിൽ കൊണ്ടുപോകുന്ന വഴിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ നടന്നു പോകുന്നത്. ദൂരമുണ്ട് കേട്ടോ, അത് കൂടെ പോകുമ്പോൾ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഞാനും ചേച്ചി കുറേ ഞങ്ങൾ കണ്ടിട്ട്, അപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് തന്നെ പോവുക. വേറെ കുട്ടികളുടെ പാരൻറ്റ് വരുമോ എന്നൊക്കെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞിട്ട് പോവാം. പിന്നെ ഇത് കൂടെ എന്താ വെച്ചാൽ നമുക്ക് ഈ വഴി കൂടെ പോകുമ്പോൾ വെയിലില്ല, റബ്ബർ എസ്റ്റേറ്റാണ്, നല്ല തണലാണ്. ചില സമയത്ത് ഭാഗങ്ങളിലായിട്ട് നമുക്ക് വെയിലുള്ളൂ, അധികം തണലാണ് ഇത് കൂടെ പോകുമ്പോൾ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞിട്ട് പോവാം. അപ്പോൾ നമ്മുടെ ചേച്ചി അത് കൂടെ പോവായിരുന്നു എന്നൊക്കെ പറയാം. നമ്മൾ ഇത് കൂടിയും പോവാം കേട്ടോ കണ്ണൻ്റെ സ്കൂളിലേക്ക്. നമ്മൾ ആ വഴിയാണെങ്കിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളവിടെ. അപ്പോൾ ഞങ്ങളിത് കൂടെ ഇപ്പോൾ നിവൃത്തിയില്ലല്ലോ, യൂണിഫോം എടുക്കാൻ മറന്നില്ലേ. പിന്നെ ഇതാണ് കണ്ണിന് കുത്തിവയ്പ്പൊക്കെ എടുക്കുന്ന ഹെൽത്ത് സെൻറ്റർ. അപ്പോൾ ഞങ്ങളിതാ കുറച്ചുകൂടെ എത്തിയപ്പോഴേക്കും പാടെത്തി കേട്ടോ. നല്ല കാറ്റാണ്, ചൂട് കാറ്റ്. പിന്നെ വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ നല്ലൊരു വൈബാണ് ഇത് കൂടെ. ഇപ്പോൾ നല്ല കാറ്റും അങ്ങനെ ചൂടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പാടം, 2 സൈഡും പാടം, നടുവ് കൂടെ റോഡ്. ഇതിലൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ കണ്ണിനെ കൊണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ. പിന്നെ ഇതാ നമ്മുടെ കണ്ണിൻ്റെ സ്കൂളെത്തി. GVHS സ്കൂളിനത്ര ചപ്പൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്കൂളിലൊക്കെ പൂട്ടിയിട്ടിരിക്കുകയല്ലേ, ഇനിയിപ്പോൾ തുറക്കുന്ന ടൈം ആകുമ്പോഴേക്കൊക്കെ ക്ലീൻ ആക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മുടെ കണ്ണൻ്റെ സ്കൂളെത്തി. ഇത് കൂടെ കുറച്ച് കയറ്റാണ് ഇവിടെ. അത് കഴിഞ്ഞ് നമ്മുടെ കണ്ണൻ്റെ സ്കൂൾ വിശാലമായ ഗ്രൗണ്ടും നല്ല ക്ലാസ് മുറികളും അതുപോലെ നല്ല പഠന മികവൊക്കെ ഉള്ള നല്ലൊരു സ്കൂളാണ് കേട്ടോ നമ്മുടെ GVHS സ്കൂളിനത്ര. അപ്പോൾ കണ്ണൻ്റെ ബുക്സൊക്കെ നമുക്ക് കിട്ടി. ആകെ 2 ബുക്കും കൂടിയും കിട്ടാണ്ടായിരുന്നു നമുക്ക്. EVSും അതേപോലെ സാൻസ്ക്രിറ്റും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് സ്കൂൾ തുറക്കുമ്പോഴേക്കും തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പോകുന്നു. ചേച്ചിയുടെ വീട്, ഹസ്ബൻഡിൻ്റെ വീട് നമ്മൾ സ്കൂളിൻ്റെ അടുത്താണ്. അതുകൊണ്ട് ചേച്ചി അങ്ങോട്ട് പോയി. അവിടെയാണ്. മോളെ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യണം ഡ്രസ്സ് പറഞ്ഞിട്ട് ചേച്ചി അങ്ങോട്ട് പോയി. ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. ഇങ്ങോട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, അതേപോലെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.